അലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. ഇന്ന് ഞാനിവിടെ ഒരു വിഭവമായിട്ടല്ല 2-3 വിഭവങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചെറിയൊരു ഗസ്റ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടും ഫാമിലിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഫുഡ് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കബാലിയത്ത് റൈസും ബീഫ് വരട്ടിയതും പിന്നെ ലഞ്ചിന് ശേഷം ചെറിയൊരു മധുരം, അതിനുവേണ്ടി സാഗോ സോർബൻറ്റുമാണ്. ഇത് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വീഡിയോ ആകുമ്പോൾ ലെങ്ത്ത് വീഡിയോ ആവും, അപ്പോൾ നിങ്ങൾക്കും മടുപ്പ് തോന്നും. അതുകൊണ്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. ആദ്യമായി ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കബാലിയത്ത് റൈസും ബീഫ് വരട്ടിയതുമാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ബീഫിലേക്കും കബാലിയത്ത് റൈസിലേക്കുമുള്ള വെജിറ്റബിൾസൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ സമയക്കുറവ് മൂലം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്തായാലും ഒരു വീഡിയോയിൽ ഇതെല്ലാം കൂടെ കൊള്ളിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഓരോ വിഭവമായിട്ടാണ് തയ്യാറാക്കുന്നത്, ഓരോ വീഡിയോ ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കബാലിയത്ത് റൈസും ബീഫ് വരട്ടിയതും തയ്യാറാക്കാം. ബീഫ് വരട്ടിയതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഒരിക്കലും അതിൽ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സെയിൻസ് വണ്ടർ വേൾഡ് ബീഫ് വരട്ടിയതെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കബാലിയത്ത് റൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 3 കിലോ അരിയാണ് എടുത്തത്, അതവിടെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട 4 ടേബിൾ സ്പൂൺ കപ്സ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്, പച്ചമുളക് 8 എണ്ണം, മല്ലിയിലയും പുതിനയും കുറച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം, പിന്നെ 3 മാഗി ക്യൂബ്, പിന്നെ നെയ്യ്, കാപ്സിക്കം, ക്യാരറ്റ്, സൺഫ്ലവർ ഓയിൽ, വലിയ ഉള്ളി, ഉപ്പ്, പിന്നെ ചിക്കൻ. പിന്നെ ഇതിലേക്ക് ഒരു സോസ് തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് തുറമാങ്ങ, ഇത് വയനാട്ടുകാരുടെ സ്പെഷ്യലാണ്, തുറമാങ്ങ, വിനാഗിരി, പഞ്ചസാര. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അളവുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ തയ്യാറാക്കുന്ന സമയത്ത് പറയാം. ചൂടായാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. 3 കിലോ ചിക്കനിലേക്കുള്ള മസാലയാണ് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള മസാലകളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും മതി, ഒരു 8 പച്ചമുളകും, ഇത്ര മതി. ബിരിയാണിയെ പോലെ തന്നെ നല്ല ടേസ്റ്റും, ബിരിയാണിയും കബ്സയും കലർന്നൊരു ടേസ്റ്റാണ് ഇതിന്, നല്ല ടേസ്റ്റാണ്. ബിരിയാണിയൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാനും കഴിയും. ഇതിൽ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 4-5 വലിയ ഉള്ളി മതി 3 കിലോ അരിയിലേക്ക്, 3 കിലോ ചിക്കനിലേക്ക്. ഒരു 1/2 കിലോ ചിക്കനിലേക്ക് 1 ഉള്ളി എന്ന കണക്കിൽ മതി, ഒരു വലിയ സവാള. അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. 3 കിലോക്ക് 5 ഉള്ളി, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 6. ഇത് നന്നായി വഴന്ന് വരട്ടെ. കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉപ്പ് ചേർത്ത് കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. നന്നായി വഴന്ന് വരണം. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കപ്സ മസാല, ഗരം മസാല, കുരുമുളകിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അതാണ് ഈ റൈസിൻ്റെ പ്രത്യേകത. അത്യാവശ്യം എരിവ് മുന്നിട്ട് നിൽക്കുക തന്നെ വേണം.
ഇത് നന്നായി വഴറ്റി ഇതിലെ പച്ചക്കുത്തൊക്കെ പോകുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് 2-3 മാഗി ക്യൂബ് പൊടിച്ച് ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് ഇനി ഉപ്പ് നോക്കാം. ആദ്യം ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉള്ളി വഴറ്റാൻ വേണ്ടി ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. കുറച്ചുകൂടി ഉപ്പും ചേർക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, വെള്ളം ഉള്ള സാധനമല്ല. വെള്ളം കുറച്ചുകൂടി ഒഴിക്കണം. അപ്പം കല്ലുപ്പ് യൂസ് ചെയ്താൽ മതി. യൂസ് ചെയ്യുന്നവരിട്ടോ, അല്ലാത്തവർക്ക് പൊടിയുപ്പ് തന്നെ യൂസ് ചെയ്യാം. എനിക്ക് ഇത് ശീലമായിപ്പോയി. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക. ചിക്കൻ വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി. ചിക്കൻ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി മൂടി വെക്കുക. ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഇതൊന്ന് നന്നായി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ചെറുനാരങ്ങ ചേർക്കണേ പറഞ്ഞിട്ടില്ലായിരുന്നു. 2 ചെറുനാരങ്ങയുടെ നീര് കൂടി ഇതിൽ ചേർക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടി മൂടി വെക്കുക. അപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉലുവയും ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ബീഫും കൂടെ ഇതിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുകി വരട്ടെ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ സമയത്ത് നോക്കാം. വെന്ത് വരുമ്പോൾ ഇനി കൊറിയാണ്ടർ ലീവ്സും പുതിനയിലയും കൂടെ ചേർത്തിടാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇത് ഇനി അവിടെ കിടന്ന് വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കാപ്സിക്കവും ചേർക്കാം. ഇത് 3 ക്യാരറ്റാണ്, 3 വലിയ ക്യാരറ്റാണ്. അതുപോലെ തന്നെ 3 കാപ്സിക്കം. 3 കിലോ അരിയിലേക്ക് 3 ക്യാരറ്റും 3 കാപ്സിക്കം ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് അധികം വെന്ത് പോവരുത്. ക്യാരറ്റും കാപ്സിക്കവും ഒരു മീഡിയം ലെവലിൽ വെന്ത് കിട്ടിയാൽ മതി. മസാലയുടെ പണി ഇതോടുകൂടി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്താൽ മതി. ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മല്ലിയിലയും കൂടെ ചേർക്കാം. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി നമുക്ക് എടുത്ത് വെക്കാം. കാരണം ചോറിലേക്ക്
ചേർക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്താൽ. കുറച്ച് വേവെടുത്ത് വെക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർക്കാം. ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മല്ലിയിലയും ചേർത്ത് ഇറക്കി വെക്കാം. മല്ലിയിലയും പുതിനയും ഉണ്ട്, മിക്സ് ചെയ്ത് അരിഞ്ഞതാണ്. ഇനി നന്നായി മിക്സ് ചെയ്യുക. മസാലയുടെ പണി ഇതോടെ കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന അത്ര ഒന്നും പണിയൊന്നുമില്ല, അത്രയും സാധനവും ആവശ്യമില്ല. ക്യാരറ്റിൻ്റെയും കാപ്സിക്കത്തിൻ്റെയും കളറൊന്നും വല്ലാതെ മാറിപ്പോയത്. ഇങ്ങനെ കിടക്കുന്നതാണ് അതിൽ ഭംഗി. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി ചോറിലേക്കുള്ള പണി നോക്കാം. ബീഫ് അവിടെ മറ്റേ അടുപ്പത്ത് വേവുന്നുണ്ട്. ഇനി ചോറ് ചൂടായാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഓയിൽ ഒഴിക്കുന്ന വീഡിയോ റെക്കോർഡായില്ല. പിന്നെ അതിലേക്കൊരു നുള്ളു നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര ഗ്രാമ്പു അല്ല പട്ട, 4-5 ഗ്രാമ്പു, അതുപോലെ തന്നെ 5-6 ഏലക്കായ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തക്കോലം, അതുപോലെ തന്നെ 2 ബേ ലീഫ് ഇത് മുറിച്ചിടുകയാണ്. അതുകൂടി ചേർത്ത് പിന്നെ അരിയുടെ ഡബിൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അരിയുടെ ഡബിൾ വെള്ളമാണ് ചേർക്കേണ്ടത്. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള കണക്കിന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് അവിടെ കിടന്ന് തിളച്ച് വരട്ടെ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. രണ്ട് സ്പൂൺ നെയ്യും ചേർക്കണം. ഇത് ഞാൻ മിൽമ നെയ്യാണ് ചേർക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനിയൊരു മാഗി ക്യൂബ് പൊടിച്ചതും 1 സ്പൂൺ കബ്സ മസാലയും ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അരിയും ഇട്ട് കൊടുക്കുക. ഇനി അരി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. പിന്നെ അവിടെ കിടന്ന് വേവട്ടെ. സിമ്മിലാക്കി വെച്ചാൽ മതി. കുറച്ച് ഉപ്പ് കമ്മിയുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കുക. ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കണം. ഇനി സിമ്മിലിട്ട് വെക്കും. ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഗസ്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇത് ഇപ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് അടച്ച് വെക്കാം. എല്ലാം റെഡിയായി. ചോറ് ബീഫ് അതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കബാലിയത്ത് റൈസിലേക്ക് വേണ്ട സോസ് റെഡിയാക്കാം. ഇത് തുറമാങ്ങയാണ്. ഇത് വയനാട്ടുകാരുടെ സ്പെഷ്യൽ വിഭവമാണ്. ഇതുകൊണ്ടാണ് സോസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് കാശ്മീരി ചില്ലിയും
കശ്മീരി ചില്ലി 1 സ്പൂൺ മതി. അത് ഇതിലേക്ക് ഇടാം. അത് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് വിനാഗിരി ഇത് ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വരാം. ഒരുപാട് വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഒരു പുളിപ്പിന് വേണ്ടിയിട്ടുള്ള വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഗസ്റ്റൊക്കെ വന്ന് അടിപൊളി കബാലിയത്ത് റൈസും സാഗോ സോർബൻറ്റും ബീഫ് വരട്ടിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വൈറ്റ് സോസ് കൂടി ഉണ്ടാക്കിയിരുന്നു. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. തുറമാങ്ങ സോസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റിന് വിളമ്പി റെഡിയാക്കി വെച്ചതാണ്. ഇനി കൊടുക്കട്ടെ. അപ്പോൾ ഇനി പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.